ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന്റെ ഹബീബിനെ വാരിപ്പുണർന്നവർ ആരാണോ, റസൂലുള്ള പറഞ്ഞതനുസരിച്ചവർ ആരാണോ, അവര് ദുനിയാവിൽ കഷ്ടപ്പെടൂല ആണേ പെണ്ണേ. മുമ്പൊരിക്കൽ സ്നേഹിതൻ എന്നോട് പറഞ്ഞൊരു കഥയോർക്കുകയാണ്. ഒരു പെണ്ണ് കല്യാണത്തിന് പോകുന്ന നേരം, ഒരു പെണ്ണ് കല്യാണത്തിന് പോകുമ്പോ തന്റെ ഒക്കത്തിരിക്കുന്ന ഒരു പെൺകുട്ടി, ചെറിയ മോളാണ്, ഓടിച്ചാടി കളിക്കാൻ പ്രായമായ ചെറിയ പൈതല്, പക്ഷേ സംസാരിക്കാനുള്ള പ്രായമായിട്ടില്ല. ഉമ്മാന്റെ ഒക്കത്തിരുന്ന ഉമ്മയുടെ കൂടെ പുതുപുത്തൻ പടവകൾ അണിഞ്ഞ് കല്യാണത്തിന് പോകുമ്പോ പെട്ടെന്ന് വഴിയിൽ വെച്ചുകൊണ്ട് കുട്ടിയങ്ങ് കരയാൻ തുടങ്ങി. പൈതലാണ്, പൊന്നുമോളാണ്, കരയാണ്, നിലവിളിക്കുകയാണ്, കാലിട്ടടിക്കുകയാണ്. ആ പെൺകുട്ടിയെ നേരെ കൊണ്ടുപോയി എന്താണെന്നറിയാതെ പെട്ടെന്ന് കുട്ടിയുമായി ഹോസ്പിറ്റലിലേക്ക് ഓടി. ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പോ എത്തിയപ്പോഴേക്ക് ആ പൊന്നുകുട്ടി പൈതല് മരിച്ചുപോയി. നോക്കണം നിങ്ങൾ, ആ പൈതല് മരിച്ചുപോയി. അവസാനം ഡോക്ടർ ആ പൊന്നുമോളെ ശരീരത്തിലുട്ട ഉടുപ്പഴിച്ചു നോക്കുമ്പോ ശരീരമാകെ വിവർണമായിട്ടുണ്ട്, നീലനിറമായിട്ടുണ്ട്. ഡോക്ടർമാര് പറഞ്ഞു ഈ കുട്ടിയുടെ ശരീരത്തിൽ വിഷം കയറിയിട്ടുണ്ട്. ഉമ്മ പറഞ്ഞു എവിടുന്ന് വിഷം കയറാൻ, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കുഞ്ഞിനെ ഒക്കത്തെടുത്ത് പുറപ്പെട്ടതാണ്, വഴിയിൽ വെച്ചുകൊണ്ടാണ് കുട്ടി കരയാൻ തുടങ്ങിയത്. എന്റെ ശരീരത്തിൽ നിന്ന് കുട്ടിയുടെ ശരീരത്തിൽ എന്ത് വിഷം കയറാനാ? അവസാനം ഡോക്ടർമാര് പരിശോധിച്ച് അവസാനം ശരീരത്തിലെ കുഞ്ഞനുടുപ്പഴിച്ച് ആ കുഞ്ഞിന്റെ കാലിൽ വെച്ച ഷൂ അഴിച്ചപ്പോ ആ ഷൂവിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടിയത് ഒരു കരിന്തളാൻ. നോക്കണം നിങ്ങൾ, 1400 വർഷം മുമ്പ് ലോകത്തിന്റെ നേതാവ് പറഞ്ഞിട്ടുണ്ട്, ഷൂ ധരിക്കുന്നവരെ, കുഞ്ഞു മക്കൾക്ക് ഷൂട്ട് കൊടുക്കുന്നവരെ, ആ ഷൂ 3 കൊട്ടം കൊട്ടാതെ ധരിക്കല്ല. മുഹമ്മദ് മുസ്തഫ ഓടിച്ചെന്ന് ഷൂ ധരിക്കരുത് എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹ്. കുഞ്ഞു മക്കൾക്ക് ഷൂ ഇട്ട് കൊടുക്കുമ്പോ പെട്ടെന്ന് വാരി ഇട്ട് കൊടുക്കരുതേ. അത് എത്ര നേരത്തെ കൊണ്ടുവന്ന് വെച്ചതാണെങ്കിലും അത് തട്ടിക്കൊട്ടിയിട്ടേ നിങ്ങൾ ധരിക്കൊടുത്തു കൊടുക്കാവൂ എന്ന് ലോകത്തെ പഠിപ്പിച്ച ലോകത്തിന്റെ നേതാവിനെ പെണ്ണുങ്ങളെ കല്യാണത്തിമർപ്പില് മറന്നുപോയാൽ, കുഞ്ഞാവിന്റെ രസത്തില് മറന്നുപോയാൽ അവസാനം കരയേണ്ടി വരും. അതുകൊണ്ട് ദുനിയാവിൽ കഷ്ടപ്പെടാതെ മനസ്സമാധാനത്തോടെ ജീവിക്കണോ? മനസ്സിന്റെ ഉള്ളിലേക്ക് ഒരു നേതാവിനെ സന്നിവേശിപ്പിക്കുക, അത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് നമ്മളെ ജീവിതത്തിൽ അള്ളാന്റെ ഹബീബ് ഉണ്ടാകണം. താൽക്കാലികമായ രസവും ആനന്ദമൊക്കെ കുറച്ച് കാലം ഉണ്ടാകൂ, അതോ നിങ്ങൾക്ക് അധികം കാലം നിലനിൽക്കില്ല.